വിളി വരുന്നു, ഓരോ കോൺസുലേറ്റിലെ പാസ്പോർട്ട്, വീസ, അല്ലെങ്കിൽ നാട്ടിൽ ഓരോരുത്തർ മരിച്ച് ഞങ്ങൾക്ക് വീസ ഇല്ല, സഹായിക്കണം. അങ്ങനെ ഏത് പ്രാവശ്യം വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും. സാധാരണ കോൺസുലേറ്റിൽ നിന്നുള്ളവരൊന്നും സാധാരണ അങ്ങനെ ഫോൺ എടുക്കാറില്ല. ഇത് ഏത് സമയത്തും ഫോൺ എടുത്ത് നമുക്ക് വേണ്ടിയ ഉപദേശങ്ങൾ തരും, നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അങ്ങനെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിക്ക് എനിക്ക് ഒരുപാട് സഹായം ചെയ്യുവാൻ സാധിച്ചു ഈ കോൺസൽ വിജയകൃഷ്ണൻ വഴി. റീസെൻ്റ്ലി എനിക്ക് വാഷിംഗ്ടണിൽ നിന്നൊരു വിളി വന്നു. നാട്ടിൽ ഞങ്ങളുടെ ബന്ധുക്കൾ മരിച്ചു, എൻ്റെ പിള്ളേർക്ക് വീസ ഇല്ല. ഞാൻ പറഞ്ഞു വീട്ടിലിരുന്നാൽ പറ്റത്തില്ല, വേഗം കോൺസുലേറ്റിൽ പോകാൻ പറഞ്ഞു. ഞാൻ കോൺസുലെ വിളിച്ചപ്പം പറഞ്ഞു, അയ്യോ ഞാൻ ഫിലാഡൽഫിയയില്ല, ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല. എന്നാലും ആ ഫിലാഡൽഫിയയിൽ നിന്ന് ആ കാര്യം സാധിച്ചു കൊടുത്തു. വൈകിട്ട് ആ കുട്ടികൾ നാട്ടിൽ പോയി. വേറെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ കേസൊന്നും ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഒരു മാസം മുമ്പ് ഏപ്രിൽ മാസം എനിക്ക് അറ്റ്ലാന്റയിൽ നിന്നൊരു വിളി വന്നു. ഒരു മലയാളി ബ്രൂക്ലിനിൽ മരിച്ചു കിടക്കുന്നു, ആരുമില്ല, ബന്ധുക്കളില്ല, പേപ്പർ വർക്കില്ല, ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല. നാട്ടിൽ അമ്മയുണ്ട്, 81 വയസ്സുള്ളൊരമ്മ. പിന്നെ ബന്ധുക്കളായിട്ട് ഇവിടെ ആരുമില്ല. ഇതൊരു ഡിസ്റ്റൻറ്റ് ഫ്രണ്ട് ആരോ എന്നെ അറ്റ്ലാന്റയിൽ നിന്ന് വിളിച്ചെങ്കിലേക്ക് എന്നാ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നമ്മുടെ ഫൊക്കാന പ്രസിഡൻറ്റിനെ വിളിച്ചു. അപ്പം പറഞ്ഞു അതിന് ഒത്തിരി $10,000 ചിലവാകും, ഇപ്പം കൺവെൻഷനൊക്കെ വരുന്നത് കൊണ്ട് പൈസയൊന്നുമില്ല. ഈ കാര്യം ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഞാൻ ഉടനെ എനിക്കറിയാവുന്ന ആകെ നമ്മുടെ കോൺസൽ വിജയകൃഷ്ണനെയാണ് ഞാൻ വിളിച്ചു. എല്ലാ കാര്യങ്ങളും എനിക്ക് ഇമെയിൽ വഴിയും വാട്സപ്പ് വഴിയും ചെയ്യേണ്ടത് എന്നാന്നുള്ളത്, അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇമെയിലും കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും ഇതെല്ലാം തന്ന് അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വിതിൻ 5-6 ഡേയ്സ് ബോഡി എയർ ഇന്ത്യ വഴി നാട്ടിൽ പോയി. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമ്മൾ മിസ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ കോൺസുലേറ്റിൽ ഇത്രയും നല്ലൊരു വ്യക്തി, ഇത്രയും സേവനം അനുഷ്ഠിച്ചൊരു വ്യക്തി വിരമിച്ചു പോകുന്നത് നമുക്കെല്ലാം ഒരു തീരാ നഷ്ടമാണ്. സാർ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിക്ക് ചെയ്ത സേവനങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കേരള കമ്മ്യൂണിറ്റിയുടെ നാമത്തിലും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നാമത്തിലും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയും. സാറിന് റിട്ടയർ ചെയ്ത് പോവുകയാണ്. എല്ലാ വിജയാശംസകളും ജഗദീശൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ എവറിത്തിങ്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വകയായിട്ട് ഒരു പ്ലാക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. കമ്മ്യൂണിറ്റി സംഘടനാ നേതാക്കന്മാരും മീഡിയ ആളുകളും എല്ലാവരും ഒന്ന് കൂടുക. കൊണ്ടിട്ടാൻ ഞാൻ പേര് പറഞ്ഞില്ല. എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ ഇറക്കിയവരാണ് ഇവിടെ വന്നേക്കണേ. അതെ. Let me recognize one person as John Isaac, New York State Assembly candidate ആയിട്ട് മത്സരിക്കുന്ന ആളാണ്. ജോൺ ഐസക്കിനെ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യണം. താങ്ക് യു.